നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർദ്ധരാത്രിയിൽ നിരവധി പേർ യാത്ര ചെയ്യുന്ന KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറോട് തട്ടിക്കയറിയ മേയറെയും CPM-നെയും വിമർശിച്ച് യുവമോർച്ച ദേശീയ സെക്രട്ടറി P. ശ്യാംരാജ് രംഗത്ത് വരികയാണ്. ഇതിനോടകം പല സംഘടനകളിൽ നിന്നും ആളുകളും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ഒരു നഗരത്തിന്റെ അധികാരം കിട്ടിയപ്പോൾ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ ഇന്ത്യ ഇടതുപക്ഷം ഭരിച്ചാൽ കിങ് ജോങ് ഉന്നിനേക്കാൾ വലിയ ഏകാധിപതികളാകും രാജ്യത്ത് ഉണ്ടാകാൻ പോവുകയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളം CPM-ന് തീറെഴുതി കൊടുത്തത് പോലെയാണ് പലരുടെയും ധാരണയെന്നും അദ്ദേഹം ആരോപിച്ചു. നിരവധി ആളുകളാണ് KSRTC-യിൽ സഞ്ചരിക്കുന്നത്. അത്തരത്തിലൊരു വാഹനത്തിന് കുറുകെ സ്വന്തം വാഹനം ഇടാനും ഡ്രൈവറെ ചീത്ത വിളിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം ആരാഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് P. ശ്യാംരാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇവർ ഇന്ത്യ ഭരിച്ചാൽ. വിപ്ലവ പാർട്ടിയുടെ കുട്ടി നേതാവ് തിരുവനന്തപുരം മേയർ കൈ ചൂണ്ടി നിൽക്കുന്നത് ആരുടെയെങ്കിലും അവകാശം നേടിയെടുക്കാൻ വേണ്ടിയല്ല, പണിയെടുക്കുന്ന KSRTC തൊഴിലാളിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ്. തിരുവനന്തപുരം രാജവീഥികളിലൂടെ പള്ളിയാത്ര നടത്തിയ മേയർ തമ്പുരാട്ടിയുടെയും ഭർത്താവ് MLA തമ്പുരാന്റെയും രഥത്തിന് സൈഡ് നൽകിയില്ല എന്നുള്ളതാണ് KSRTC ഡ്രൈവർക്കെതിരെയുള്ള ആരോപണം. ആ ആരോപണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന KSRTC ബസ്സിന് കുറുകെ സ്വന്തം വാഹനം ഇടാനും ഡ്രൈവറെ ചീത്ത വിളിക്കാനും ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? എന്താണ് ഇവരുടെയൊക്കെ ധാരണ? കേരളം ഇവർക്ക് തീറെഴുതി കൊടുത്തുവെന്നോ? നിലത്ത് നിൽക്കും മേയറെ. ഒരു നഗരത്തിന്റെ അധികാരം കിട്ടിയപ്പോൾ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ ഈ രാജ്യം ഇടതുപക്ഷം ഭരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കിങ് ജോങ് ഉന്നിനേക്കാൾ വലിയ ഏകാധിപതികളാകും ഈ രാജ്യത്തുണ്ടാവാൻ പോവുക എന്ന് പറഞ്ഞു. ഏതായാലും പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. നിരവധി ആളുകളാണ് അതിനെ പിന്തുണച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. കാറിന് സൈഡ് നൽകാതെ ഓടിച്ചെന്നും അശ്ലീല ആംഗ്യം കാട്ടിയെന്നും ആരോപിച്ചാണ് KSRTC സൂപ്പർ ഫാസ്റ്റിനെ തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറുമായി നടു റോഡിൽ വാക്കേറ്റം നടന്നത്. ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനും കുടുംബത്തിനുമൊപ്പം സഞ്ചരിച്ച സ്വകാര്യ കാറാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ വേഗത കുറച്ചപ്പോൾ കുറുകെയിട്ട് തടഞ്ഞത്. ശനിയാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. തമ്പാനൂർ ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ യദു അവിടെ എത്തിയ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാക്കേറ്റം നീണ്ടതോടെ ബസ്സിലുണ്ടായിരുന്ന 15 യാത്രക്കാരും അവിടെ ഇറങ്ങി. മറ്റൊരു ഡ്രൈവറെ കൊണ്ടുവന്ന് ബസ് തമ്പാനൂരിൽ എത്തിക്കുകയായിരുന്നു. ഭർത്താവിനെ കൂടാതെ സഹോദരനും സഹോദര ഭാര്യയും അടക്കമാണ് മേയർക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. പട്ടം മുതൽ കാറിന് സൈഡ് കൊടുത്തിരുന്നില്ല. പിന്നീട് ബസ് ഒതുക്കിയതോടെ കടന്നുപോയി. എന്നാൽ അമിത വേഗത്തിൽ പിന്നാലെ എത്തിയ ബസ് കാറിനെ ഇടിക്കാൻ ശ്രമിച്ചുവെന്നും ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി. തുടർന്ന് ബസ്സിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു അത്രേ. മേയറും MLA-യും കാറിൽ നിന്നിറങ്ങി തങ്ങൾ ആരാണെന്ന് പറഞ്ഞു. ഡ്രൈവറുടെ ഡോർ വലിച്ചു തുറന്നാണ് മേയർ സംസാരിച്ചത്. സ്ഥലം മാറ്റുമെന്നും നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. മേയർ DCP-യെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. മന്ത്രി KP ഗണേഷ് കുമാറിനെയും വിവരം അറിയിച്ചു. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവടയോടെയുള്ള അധിക്ഷേപം എന്ന വകുപ്പ് ചുമത്തിയാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തത്. ഇന്നലെ രാവിലെ ജാമ്യത്തിൽ വിട്ടു. തന്നെ അസഭ്യം വിളിച്ചുവെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമുള്ള ഡ്രൈവറുടെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഏതായാലും ഇതിനോടകം തന്നെ മേയർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് പല സൈഡിൽ നിന്ന് ഉയരുന്നത്.